നമസ്കാരം. ഇപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരിക്കുമായിരിക്കുമല്ലോ. നമുക്കൊരു അച്ചായൻ സദ്യ നോക്കിയാലോ? ഞങ്ങളുടെ കസിൻസിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊടുത്തൊരു അച്ചായൻ സദ്യയാണ്. ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ് കേട്ടോ എല്ലാം. ആദ്യം ഞങ്ങൾ അതിലേക്ക് ഇട്ടു. അതിനുശേഷം എല്ലാവർക്കും വൈനും പ്ലം കേക്കും വെച്ചു. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞല്ലേ, അപ്പോൾ പിന്നെ വൈനും പ്ലം കേക്കും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. നെക്സ്റ്റ് ഞങ്ങളെടുത്തത് കട്ട്ലറ്റും ടൊമാറ്റോ സോസും സെർലാസുമാണ്. ഈ സെർലാസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഉള്ളിയെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ ഗ്രീൻ ചില്ലിയും കുറച്ച് വിനിഗറും കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്താണ്. നമ്മൾ തൈര് ഒഴിക്കാത്ത സാലഡ് പോലെ. ഈ നമ്മൾ കോഫി ഹൗസിൽ നിന്നൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് കിട്ടുന്നത്. അതാണ് അടുത്തത് നമ്മൾ കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ പിന്നെ കൊടുത്തത് ബ്രെഡും മട്ടൺ സ്റ്റൂവുമാണ്. ബ്രെഡ് ഒരു സ്ലൈസ് മട്ടൺ സ്റ്റൂ ആണ്. ഇതൊക്കെ കൊടുക്കുമ്പോൾ അച്ഛൻ കിടന്ന് വഴക്ക് പറയുന്നു, ഇതെന്താ ഇവർക്കെല്ലാം കുറച്ച് കുറച്ചാണ് കൊടുക്കുന്നത്, നിറയെ കൊടുക്കും. നമ്മൾ പറഞ്ഞ അച്ഛൻ ഇതൊരു പുതിയ അച്ചായൻ സദ്യയാണ്, ഇതിലെല്ലാം എങ്ങനെ വേണം കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞത് കേട്ടോ. അങ്ങനെ ബ്രെഡും മട്ടൺ സ്റ്റൂവായിരുന്നു അടുത്തത്. അതിനുശേഷം പത്തിരിയില്ലേ, നമ്മുടെ നൈസ് പത്തിരിയും ബീഫ് പെരട്ടുമായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ അടുത്ത് നോർമൽ സദ്യ തുടങ്ങുന്നത്. അതിൽ പുളിയിഞ്ചി, നാരങ്ങ, മാങ്ങ, സാലഡ്, ചിക്കൻ തോരൻ, മീൻ കറി, മീൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ ഇതെല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ ഒരെണ്ണം ഞാൻ പറഞ്ഞത് മിസ്റ്റേക്കായി. മീൻ ഫ്രൈ ഞങ്ങൾ വെച്ചില്ലായിരുന്നു, അത് കയ്യിൽ നിന്ന് വന്നതാണ് കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ ചോറ്, സാമ്പാർ, പുളിശ്ശേരി, രസം ഇതെല്ലാം വെച്ചിരുന്നു. പക്ഷേ ഇവരാരും സാമ്പാറും രസമൊന്നും എടുത്തില്ല, പുളിശ്ശേരിക്ക് മാത്രമേ എടുത്തുള്ളൂ. അവർ പറഞ്ഞു അവിടെ ഫയർ ഫില്ലായിട്ടുണ്ട് ഇപ്പോഴത്തേക്ക്, അതുകൊണ്ട് ഇനി സാമ്പാറൊന്നും വേണ്ടാന്ന്. അതിനുശേഷം മെയിൻ ഹൈലൈറ്റാണ് കേട്ടോ ഇത് പൂവമ്പഴമാണ്. ഇത് പൂവമ്പഴത്തിൽ ഒന്ന് അതിന് ഉടച്ച് വെച്ചിട്ട് അതിൽ ശർക്കര പാനി ഒഴിച്ച് കഴിക്കണം. ഈ ശർക്കര പാനി വെറുതെ കുറുക്കിയതല്ല, നന്നായിട്ട് കുറുക്കിയെടുത്തിട്ട് അതിൽ ചുക്കും ഏലക്കയും കൂടെ ചേർത്ത് നന്നായിട്ട് കുറുക്കിയെടുത്തതാണ്. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇവർക്ക് ഈ നമ്മുടെ ബ്രൗണിയും ഐസ്ക്രീമും കൂടെ കൊടുത്തു. അതിന് ശേഷം വീണ്ടും ഒരാൾക്ക് ടേസ്റ്റ് പിടിച്ചിട്ട് വീണ്ടും കഴിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അച്ചായൻ സദ്യ. ബൈ, ടേക്ക് കെയർ.